ഇസ്കരിയോത്താവ് യൂദാസ് അല്ലെങ്കിൽ യൂദ യേശുവിനെ ഗത്സമനത്തോട്ടത്തിൽ ഒറ്റിക്കൊടുക്കാൻ പോകുമ്പോൾ അവനെ ചുംബിച്ച് അറസ്റ്റ് ചെയ്യാൻ വന്ന പടയാളികൾക്ക് വെളിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമെന്താണ്? ഒന്ന് വിശദീകരിക്കാമോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തോടെ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുള്ള ഏവർക്കും ഈ വീഡിയോയുടെ ഉള്ളടക്കത്തിലേക്ക് സ്വാഗതം. ഈ നാളുകളിൽ വളരെയധികം ആളുകൾ എന്നോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശദീകരണമാണ് ഇസ്കരിയോത്ത യൂദാസിനെ പറ്റി, ജൂഡാസ് ഇസ്കാരിയോട്ട്. യേശുവിനെ 30 വെള്ളിക്കാശിന് വിൽക്കുവാനായി ധൈര്യം കാണിക്കുകയും അല്ലെങ്കിൽ സാമർഥ്യം കാണിക്കുകയും ആ ക്രയവിക്രയത്തിന് നാടകീയമായ ഒരു പരിവേഷം അണിയിക്കുവാൻ എന്ന പോലെ ഒരു ചുംബനത്തിൽ കൂടെ തൻ്റെ ഗുരുവിനെ അവൻ്റെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുവാൻ എന്തുകൊണ്ടാണ് യൂദാസ് തുനിഞ്ഞത്? യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഫലമായി പരസ്യമായി ഒരു അസ്തിത്വം, ഒരു ഐഡൻറ്റിറ്റിയുള്ള വ്യക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു. അവനെ തിരിച്ചറിയുന്നവർ അനേകരുണ്ടായിരുന്നു. അവൻ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് വളരെ സ്പഷ്ടമായ വ്യക്തതയുള്ളവനായിരുന്നതുകൊണ്ട് അവനെ തിരിച്ചറിയുവാൻ കാര്യമായ പ്രയാസമൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് വളരെ നാടകീയമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ ഏതാണ്ട് ഒരു ആചാരക്രമം അനുഷ്ഠിക്കണം എന്ന നിർബന്ധ ബുദ്ധിയിൽ എന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിൽ യൂദാസ് വന്ന് യേശുവിനെ ചുംബിച്ച് ആ ചുംബനത്തിൽ കൂടെ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ ഇടയായത്, അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആമുഖമായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം അത് യേശു ഓരോരുത്തരെയും സഹായിക്കുന്ന വിധത്തിലാണെങ്കിലും ഓരോരുത്തരും, പ്രത്യേകിച്ച് മത നേതാക്കന്മാർ, മത സംരക്ഷകർ യേശുവിനോട് പ്രതികരിക്കുന്ന വിധത്തിലാണെങ്കിലും യേശുവിനെ വിചാരണ ചെയ്യുന്നതിലാണെങ്കിലും ഒക്കെ പൊതുവായി നാം കാണുന്ന ശ്രദ്ധേയമായ ഒരു തത്വം, അതിന് 2 തട്ടത്തിലുള്ള അർത്ഥങ്ങളും സാധ്യതകളുമുണ്ട് എന്നുള്ളതാണ്. ഒന്ന് സാന്ദർഭികമായ അർത്ഥം അല്ലെങ്കിൽ പ്രസക്തി, കോണ്ടെക്സ്ച്വൽ മീനിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മറ്റേത് എക്കാലത്തേക്കും യൂണിവേഴ്സൽ, സമയത്തിനോ സ്ഥലത്തിനോ സ്ഥലകാല പ്രത്യേകതകൾക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന മർമ്മങ്ങൾ. അവയാണ് പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്നത് എന്നത് നാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. കാരണം 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ജീവിച്ചു, പല കാര്യങ്ങളൊക്കെ ചെയ്തു, ക്രൂശിൽ മരിച്ചു, ഇതൊന്നും പറഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. സോറൻ കീർക്കെഗാർഡ് പറയുന്നൊരു കാര്യം ഞാൻ എൻ്റെ 22ാമത്തെ 23ാമത്തെ വയസ്സിൽ വായിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ പള്ളിമണി അടിക്കുന്നത് പോലെ വ്യക്തമായി മുഴങ്ങുകയാണ്. യേശു സമകാലീനമായി നമ്മളുടെ അനുഭവത്തിൽ ഇടം പിടിക്കുന്നില്ല എങ്കിൽ, യേശു നമ്മുടെ സമകാലീനനല്ല എങ്കിൽ, ഇഫ് ജീസസ് ഈസ് നോട്ട് ആ കണ്ടംപററി, സുവിശേഷവും നമ്മളുമായി ഒരു ബന്ധവുമില്ല, ബന്ധമുണ്ടോ എന്ന് പറയുന്നതിൽ സത്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് യേശുവിൻ്റെ
വാക്കുകളെയും യേശു നൽകുന്ന ആശ്വാസങ്ങളെയും ആസ്പദമാക്കിയാണ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. യേശു പറഞ്ഞു, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ, വാഗ്ദത്തങ്ങൾ, അതിൻ്റെ പ്രസക്തി 2000 വർഷങ്ങൾക്ക് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന അവൻ്റെ അന്നത്തെ സമകാലീനരായ ആളുകൾക്ക് മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന യേശു വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ പൂർവാധികമായ പ്രസക്തിയുള്ള വാക്കുകളാണിവ. അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് 4 സുവിശേഷങ്ങൾ സാക്ഷീകരിക്കുന്ന എല്ലാ സംഭവങ്ങളിലും സാർവലൗകികമായ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്ഥലകാല ഭേദങ്ങൾക്കതീതമായ അർത്ഥവും വ്യാപ്തിയും പ്രസക്തിയുമുണ്ട് എന്നത് മനസ്സിലാക്കാതെ, എന്നത് അംഗീകരിക്കാതെ യൂദാസ് ഇപ്രകാരം ചെയ്തത് എന്തുകൊണ്ടാണ്, അത് എന്തിനു വേണ്ടിയാണ്, അതിലടങ്ങിയിരിക്കുന്ന സൂചനയും താക്കീതും എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് പോട്ടെ, ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ പ്രത്യേകമായ പരിപാടിയുടെ, യൂദാസിൻ്റെ കലാപരിപാടിയുടെ യഥാർത്ഥ അർത്ഥം ഈ 2000 വർഷമായിട്ടും ആളുകൾ മനസ്സിലാക്കാതെ പോയത് എന്നത് ഒന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഞാനതിൻ്റെ സമകാലീന, അന്നത്തെ യേശുവിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തൽക്കാലം തിരിച്ചുവിടാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അത് സംഗതികൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കുമെന്നതുകൊണ്ട് തന്നെ നമുക്ക് വാസ്തവത്തിൽ ഇന്ന് അറിയേണ്ടത്, ഇന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഈ സംഭവത്തിൻ്റെ നമ്മുടെ കാലത്തെ, നമ്മുടെ അവസ്ഥയുടെ, നമ്മുടെ സാഹചര്യങ്ങളുടെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ ഈ സംഭവം നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യങ്ങളും താക്കീതുകളും എന്താണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നാം എന്ത് ബോധവൽക്കരണമാണ് പ്രാപിക്കേണ്ടത്, ഏത് പ്രത്യേകമായ വിഷയത്തെയാണ്, സാധ്യതയാണ്, യാഥാർത്ഥ്യത്തെയാണ് ഇത് അനാവരണം ചെയ്യുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണ് നാം ധരിക്കേണ്ടത്. എന്നോട് ഈ ചോദ്യം ചോദിച്ച എല്ലാ ആളുകളുടെയും താല്പര്യവും ആവശ്യവും പ്രതീക്ഷയും അത് തന്നെയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം, വീഡിയോ ഏറ്റവും നീളം കുറഞ്ഞതാകണം എന്ന ഒരു നിർബന്ധം കൊണ്ട് ഞാൻ നമ്മുടെ ശ്രദ്ധ ഈ സംഭവത്തിൻ്റെ നമ്മുടെ കാലത്തെ, നമ്മുടെ അവസ്ഥയെ, നമ്മുടെ സാഹചര്യങ്ങളുമായുള്ള പൊരുത്തം എന്താണ്, അതിനുള്ള അർത്ഥ സ്പർശം എന്താണ്, അതായത് wherever the meaning touches our contemporary predicament, ഇതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ നാം ആദ്യമേ മനസ്സിലാക്കേണ്ടത്, യൂദാസ് യേശുവിനെ ചുംബിക്കുന്നതിന് മുൻപ് അവനെ വിറ്റ് കഴിച്ചതാണ്, അവനെ വിറ്റതാണ്. ഒരു വിൽപ്പന ചരക്കാക്കി ഗുരുവിനെ തരം താഴ്ത്തിയ ശേഷമാണ് യൂദാസ് അവനെ ചുംബിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഇന്നത്തെ കാതലായ ഭാഗം. യൂദാസ് ചെയ്ത പ്രവൃത്തിയുടെ മതപരമായ പൊരുൾ എന്താണ്? അവൻ മിടുക്കനായിരുന്നത് കൊണ്ട്, അവൻ സമർത്ഥനായിരുന്നത് കൊണ്ട്, ദൈവവേല നടക്കണമെങ്കിൽ മാമോൻ്റെ അനുഗ്രഹമായ ഭൗതികമായ സമ്പത്ത്, പണം, കൊഴുപ്പുണ്ടാകണം എന്ന ബുദ്ധി മറ്റ് ശിഷ്യന്മാരെക്കാൾ ഏറെ യൂദാസിനുണ്ടായിരുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ ഗുരുവിനെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റി. ഗുരു ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഗുരുവിനെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റിയ വ്യക്തിയുടെ പേരാണ് ഇസ്കരിയോത്ത യൂദ. ഇത് നാം വ്യക്തമായി ധരിച്ചിരിക്കണം. എന്നാൽ കഥ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, കഥ അവിടം കൊണ്ട് അവസാനിക്കാൻ സാധ്യവുമല്ല. കാരണം അതിൻ്റെ യുക്തി അങ്ങനെ തന്നെയാണ്. ഞാനീ പറയാൻ പോകുന്നത് 100% യുക്തി മാത്രമാണ്, അതിശയോക്തിയല്ല, കിംവദന്തിയല്ല, കഥകളോ മിത്തുകളോ അല്ല. ഇത് നിണം വാർക്കുന്ന, ചോര ചീറ്റുന്ന യുക്തിയാണ്.
അതെന്താണ്? അങ്ങനെ ലാഭത്തിന് വേണ്ടി ഗുരുവിനെ വിൽപ്പന ചരക്കാക്കിയ ശേഷം ആ പ്രക്രിയ എന്നേക്കുമായി ലാഭമുണ്ടാക്കേണ്ട വിധത്തിൽ തുറന്നുകൊണ്ടേയിരിക്കണമെങ്കിൽ ആ വിൽപ്പനയ്ക്ക് ഒരു മുദ്ര വെക്കണം, സീൽ ഓഫ് ഫൈനാലിറ്റി. അതിൻ്റെ പേരാണ് ഈ ചുംബനം എന്നുള്ളത്. വിറ്റിട്ട് ചുംബിച്ചില്ലെങ്കിൽ ആ പ്രക്രിയ അപൂർണമാണ്. വിൽക്കാതെ ചുംബിച്ചാൽ അത് ലാഭമുണ്ടാക്കുന്ന പരിപാടിയല്ല, അത് നഷ്ടക്കച്ചവടമാണ്. ദയവായി മനസ്സിലാക്കുക. ഗുരുവിനെ വിൽക്കാതെ ചുംബിച്ചാൽ അത് ഒന്നുകിൽ നഷ്ടക്കച്ചവടമാണ്, അല്ലെങ്കിൽ ലാഭത്തിനൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരു പ്രക്രിയയാണ്. അത് ഒരു ഫലശൂന്യമായ പ്രയത്നമാണ്. എന്നാൽ വിറ്റിട്ട് ചുംബിക്കാതിരുന്നാൽ ആ ക്രയവിക്രയത്തിന് ഒരു പൊതുവായ സ്വീകാര്യതയുണ്ടാകുകയില്ല. ഞാൻ നമ്മുടെ അനുഭവത്തിൽ വെളിച്ചത്തിൽ ഇത് വിശദീകരിക്കട്ടെ. നമുക്കറിയാം, യേശുവിൻ്റെ കാലശേഷം, പ്രത്യേകിച്ച് 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭ ഒരു സംഘടനാപരമായ മേൽക്കോയ്മ പ്രാപിച്ച ശേഷം എവിടെയൊക്കെ സംഘടനയുണ്ടോ അവിടെയൊക്കെ പണം ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ മാർഗം ഒരു മതമായി, മതം ഒരു വലിയ സംഘടന സംവിധാനമായപ്പോൾ പിന്നെ അതിൻ്റെ ഏക ആശ്രയം പണം മാത്രമാണ് എന്ന് നമുക്കറിയാം. എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ്, ഈ യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പണമില്ലാതെ സഭ ഓടിക്കാനൊക്കെ ഒക്കത്തില്ല, യാതൊരു സംശയമില്ല. അത് എനിക്കതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. എന്നാൽ പണം കൊണ്ട് മാത്രം ഓടിക്കാവുന്ന ഒരു വണ്ടിയല്ല യേശു വിഭാവന ചെയ്തത് എന്നത് എനിക്ക് വളരെ വ്യക്തമാണ്. പണം കൊണ്ടുള്ള വണ്ടി കണ്ടുപിടിച്ചത് യേശു അല്ല, യൂദാസാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ അതിനുശേഷം സഭയുടെ ആശ്രയം 100% ദൈവത്തിൽ നിന്ന് മാറ്റി മാമോനിൽ പ്രതിഷ്ഠിച്ച ശേഷം അത് യൂദാസ് യേശുവിനെ 30 വെള്ളിക്കാശിന് വിൽക്കുന്നതിന് സമമാണ്. ആ പ്രക്രിയയുടെ ഐതിഹാസികമായ ഒരു സമാന സംഭവമാണ് പിൽക്കാലത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എവിടെയൊക്കെ ദൈവവേലയ്ക്ക് പണം മാത്രമാണ് ആവശ്യം, പണം തരൂ പണം തരൂ പണം തരൂ എന്ന് പറയുന്നവർ യൂദാസിൻ്റെ അനുയായികളാണ്, യേശുവിൻ്റെ അനുയായികളല്ല എന്ന വളരെ പ്രകടമായ സത്യം നാം മനസ്സിലാക്കാത്തത് പോകുന്നതിൻ്റെ കാര്യം, നാം ഇതല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല. വാസ്തവത്തിൽ നാം അറിയുന്ന സഭകളുടെ അടിസ്ഥാനം ക്രിസ്തുവല്ല, യൂദാസ് അത്രേ. യേശു പറഞ്ഞു, പത്രോസ് എന്ന പാറമേൽ എൻ്റെ സഭ പണിയും. പക്ഷെ നമ്മുടെ സഭ അവിടെയല്ല. നമ്മുടെ സഭ യൂദാസ് എന്ന പണത്തിൻ്റെ മേലാണ് പണിതിരിക്കുന്നത്. പാറയുടെ മേലല്ല, പണത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ക്രയവിക്രയത്തിൻ്റെ കഥയാണ് കഴിഞ്ഞ 2000 അല്ല കുറഞ്ഞ വർഷം 1600 വർഷങ്ങളോളം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കാലത്ത് പൂർവാധികമായ ശക്തി പ്രാപിക്കുന്നു, അതിൻ്റെ തോത് വലുതായി വർദ്ധിക്കുന്നു. 50 വർഷങ്ങൾക്ക് മുൻപ് ആയിരക്കണക്കിന് രൂപ വെച്ച് മനുഷ്യൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കോടികൾ വെച്ചാണ്. ഇപ്പോൾ ടിനു ജോർജ് ഒറ്റ സ്തോത്ര കാഴ്ചയിൽ കൂടെ 8 കോടി രൂപയാണ് സമ്പാദിക്കാനായിട്ട് നോക്കുന്നത്. അതിൻ്റെ തന്ത്രത്തിലാണ് യേശുവിനെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ കുരുക്കി അദ്ദേഹം അവതരിപ്പിച്ചത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ടിനു ജോർജ് അവിടെ ചെയ്യുന്നത് സ്തോത്ര കാഴ്ചയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ വല്യപ്പനായിരുന്ന ഇസ്കരിയോത്ത യൂദാവിൻ്റെ അതേ പരിപാടിയാണ് അവിടെ വേല ഇറക്കുന്നത് എന്ന്
അവിടെ തലമുട്ടിരുന്ന് സ്തോത്രം ഹല്ലേലൂയ പറയുന്ന സ്ത്രീകൾക്ക് അറിഞ്ഞുകൂടാ. അവിടെ അങ്ങനെയൊക്കെ പൊഴിഞ്ഞു നിൽക്കുന്ന ആണുങ്ങൾക്ക് പറഞ്ഞുകൂടാ. ബോധമുണ്ടെങ്കിലല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ യേശുവിനെ ഒരു വിൽപ്പനച്ചരക്കാക്കാനുള്ള സാധ്യത എക്കാലത്തും ഉണ്ടായിരിക്കും എന്നതിൻ്റെ ഒരു വലിയ താക്കീതാണ് ഗെത്സമന തോട്ടത്തിൽ ആർക്കും ഒരു കാലത്തും മറക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ആർക്കും ഒരു കാലത്ത് അയ്യോ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഒഴികഴിവ് പറയുവാൻ ഇടയില്ലാത്ത വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നാം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക്, ആ അർത്ഥം ഉൾക്കൊള്ളുന്ന വലിയ താക്കീതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നത് മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ ഉള്ള പ്രയാസമല്ല, മനസ്സിലാക്കാനുള്ള വൈമനസ്യമാണ്. കാരണം ഇത് നാം മനസ്സിലാക്കിയാൽ നാം ഇപ്പോൾ അവലംബിച്ചിരിക്കുന്ന മാർഗത്തെ 100% തിരുത്തേണ്ടി വരും. മനുഷ്യർക്ക് പൊതുവെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് സ്വയം തിരുത്തുക എന്നുള്ളത്. പഠിച്ചത് അതുപോലെ തന്നെ പാടുക, കുഴിയിൽ വീഴുന്നത് വരെ പാടുക എന്നതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്യുന്ന കാര്യം ശുദ്ധ മണ്ടത്തരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനൊരു തിരുത്തൽ സ്വീകരിക്കുക എന്നത് മനുഷ്യ സ്വഭാവത്തിൽപ്പെട്ട കാര്യമേ അല്ല. അതുകൊണ്ട് യേശുവിനെ വിൽപ്പനച്ചരക്കാക്കുന്ന ഈ അധമ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് മാത്രമല്ല, അതാണ് ഏറ്റവും വലിയ ദൈവവേല എന്ന് കോടിക്കണക്കിന് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് അതുകൊണ്ട് അവർ വഞ്ചനയുടെ കുഴിയിലേക്ക് വലിയ 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 ക്യൂവായി നിന്ന് വീണുകൊണ്ടേയിരിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഭൂതഗ്രസ്തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന 6000 ഭൂതങ്ങൾ അവനെ വിട്ടുപോയപ്പോൾ പോയി പന്നിക്കൂട്ടത്തിൻ്റെ മേൽ ചെന്നു. ആ പന്നിക്കൂട്ടം വന്ന് കടലോട്ട് ചാടി 2000 പന്നികൾ ചത്തു എന്ന് പറയുന്ന പോലെ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. പന്നിക്കൂട്ടങ്ങൾ പോലെ നിൽക്കുകയാണ്, ചാടി വീഴാൻ, കുഴിയിൽ വീഴാൻ. അപ്പോൾ യൂദാസിൻ്റെ പരിപാടിയാണ് ഈ നടക്കുന്നതെന്ന് എന്താണ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്? നിങ്ങളുടെ പണം മാത്രം കൊതിക്കുന്ന ഒരു സംവിധാനം, നിങ്ങളുടെ പണം കൊണ്ട് മാത്രം ദൈവവേല നടത്താൻ, ബാക്കി കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇവിടെ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ വളരെ ധൈര്യമായിട്ട് ഗാംഭീര്യമായിട്ട് പ്രസംഗിക്കുന്നത് കേട്ടു. ഞങ്ങളുടെ പാസ്റ്റർമാരൊക്കെ അസിസ്റ്റന്റ് പാസ്റ്റർമാരുടെ ഭാര്യമാരെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോകും, ഒളിച്ചോടി പോകും. അവർ കുറച്ച് തിരിച്ചു വരുന്ന കഴിയുമ്പോൾ ദൈവം അവരിൽ കൂടെ വീണ്ടും സഭയെ വളർത്തും. സഭയെ വളർത്തുമെന്ന് പറഞ്ഞാൽ വരുമാനം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് വളർച്ച. നമുക്ക് വളർച്ച അളക്കാൻ ഒറ്റ മാനദണ്ഡമേ ഉള്ളത് പണം മാത്രമാണ്. അപ്പോൾ ഇത് നമ്മുടെ പുണ്യവാളൻ പത്രാസോ യാക്കോവോ യോഹന്നാനോ അല്ലെങ്കിൽ അന്തോണീസ് പുണ്യവാളനൊന്നുമല്ല. നമ്മുടെ പുണ്യാളൻ മിടുക്കനായ യൂദാസ് തന്നെയാണ്. അവനാണ് നമ്മെ പഠിപ്പിച്ചത് ഏറ്റവും നല്ല കച്ചവട ചരക്ക് നസ്രയനായ യേശുവാണ്, കർത്താവാണ് എന്ന് പഠിപ്പിച്ചത് യൂദാസാണ്. ആ വലിയ കണ്ടുപിടുത്തത്തിൻ്റെ പച്ചയിലാണ്, പുഷ്ടിയിലാണ് എല്ലാ സഭകളും ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നത് തികച്ചും നമ്മെ തുറിച്ചു നോക്കുന്ന ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് ചുംബനത്തിലേക്ക് വരാം. ഇങ്ങനെ യേശുവിനെ വിൽക്കുക എന്ന് പറയുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല. ഈ പ്രവൃത്തി യേശുവിനെ വിൽക്കുന്നതിൽ കൊണ്ട് പരിമിതപ്പെടുത്തിയാൽ അധിക നാൾ ഈ കമ്പോള നിലനിൽക്കത്തില്ല. എന്നാൽ ഈ വിൽക്കുക, യേശുവിനെ ഒരു കച്ചവട ചരക്കാക്കി വിൽക്കുക എന്ന പ്രക്രിയ അന്ന് യൂദാസ് ഒരിക്കൽ മാത്രം ചെയ്തു നിർത്തി. എന്നാൽ ചരിത്രത്തിൽ ഇത് ആവർത്തിക്കപ്പെടേണ്ടതാണ്. അനന്തമായി ആവർത്തിക്കപ്പെടേണ്ട ഒരു പ്രക്രിയയുടെ ആരംഭം മാത്രമാണ് യൂദാ കുറിച്ചത് എന്നത് അന്ന് ആ കാലത്ത് ആളുകൾ തിരിച്ചറിഞ്ഞില്ല എങ്കിലും ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഇപ്പോൾ അതിനെ പരിഗണിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇത് അനന്തമായ ഒരു തുടർ കഥയുടെ ആരംഭം മാത്രമാണ്. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ക്രിസ്തു മതം ആഗോളതലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ക്രിസ്തു എന്ന കച്ചവട ചരക്കിനെ സമർത്ഥമായി മാർക്കറ്റ് ചെയ്തിട്ടാണ് എന്നതിന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ട്? അതിന് പല വിധത്തിൽ മാർക്കറ്റിംഗ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഭൗതികമായ ലോകത്തിലും പല വിധത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്.
ഹോൾസെയിൽ കടക്കാരുണ്ട്, റീറ്റെയിൽ കടക്കാരുണ്ട്, പിന്നെ വീടുകളിൽ കൊണ്ടു നടന്ന് വിൽക്കുന്നവരുണ്ട്, പിന്നെ ഓൺലൈൻ കച്ചവടക്കാരുണ്ട്. അങ്ങനെ പലവിധമായ കച്ചവട സ്ട്രാറ്റജീസ് ഉണ്ട്. സഭകൾ അവരുടേതായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അവരുടേതായ മാന്യത, അവരുടേതായ ഭക്തി, അവരുടേതായ ആചാരങ്ങൾ, അവരുടേതായ വിശുദ്ധി, അവയൊക്കെ വെച്ച് ഈ കച്ചവടം നടത്തുന്നു. സഭയില്ലാതെ അവിടെ ഇവിടെയും പൊട്ടിമുളയ്ക്കുന്ന ക്രിസ്തീയ ആൾ ദൈവങ്ങൾ അവരുടെ രൂപത്തിൽ ഈ കച്ചവടം നടത്തുന്നു. രണ്ട് കൂട്ടരും യേശുവിനെ കച്ചവട ചരക്കാക്കി സമർത്ഥമായി ഉപയോഗിക്കുകയാണ് എന്നതിന് എൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയായിരിക്കെ ആ യാഥാർത്ഥ്യത്തെ ഒന്ന് മൂടി വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം യേശുവിനെ ഒരു കച്ചവട ചരക്കാക്കി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഞെട്ടലുണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. യേശുവിനെ കച്ചവട ചരക്കാക്കുകയും വേണം, എന്നാൽ ആ ഞെട്ടൽ ഒഴിവാക്കുകയും വേണം. അവിടെയാണ് ഈ ചുംബനത്തിൻ്റെ പ്രസക്തി വരുന്നത്. അതുകൊണ്ട് ആരും കാണാതെ യേശുവിനെ, ആരും കാണാതെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ യേശുവിനെ കച്ചവടം നടത്തിയിട്ട് പിന്നെ പരസ്യമായി നടത്തുന്ന പരിപാടിയാണ് യേശുവിനെ ചുംബിക്കുക എന്നുള്ളത്. ചുംബനം എന്നത് ആ സാഹചര്യത്തിൽ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രതീകമാണ്. എന്നാൽ പൊതുവായ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഭക്തിയുടെ പ്രതീകമാണ് ചുംബനം. പുത്രനെ ചുംബിപ്പീൻ എന്ന് പറഞ്ഞാൽ പോയി നമ്മുടെ എന്താ പറയുന്നത്, ചെറി കൊണ്ട് ചുംബിക്കണമെന്നല്ല അർത്ഥം. പുത്രനെ ബഹുമാനിപ്പീൻ, ആരാധിപ്പീൻ എന്നുള്ളതാണ്. പുത്രനെ ചുംബിപ്പീൻ. അപ്പോൾ ചുംബനം എന്നത് അതിന് രണ്ടർത്ഥങ്ങളുണ്ട്. രണ്ടും ഒന്ന് മറ്റതിൻ്റെ തുടർച്ചയാണ്. ഒന്ന് സ്നേഹപുരസ്സരമായ ബഹുമാനം, രണ്ട് ആരാധന, രണ്ടുമുണ്ട്. അപ്പോൾ യൂദാസിൻ്റെ കാലം കഴിഞ്ഞ് സഭയുടെ കാലഘട്ടം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? യൂദാസ് ഒരിക്കൽ യേശുവിനെ വിറ്റുവെങ്കിൽ സഭകൾ യുഗാന്തരങ്ങളിൽ യേശുവിനെ വിറ്റുകൊണ്ടേയിരിക്കുന്നു. യേശുവിനെ ഒരു കച്ചവടച്ചരക്കാക്കാതെ ഒരു സഭകൾക്കും അവരായിരിക്കുന്ന വിധത്തിൽ ഈ ഭൂമിയുടെ പരപ്പിൽ 2 ആഴ്ച നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കോവിഡ് വന്നപ്പോൾ സഭകളെല്ലാം ശ്വാസം മുട്ടിപ്പോയത്. കാരണം വരുമാനം കുറഞ്ഞു. എന്നിട്ടും വരുമാനം നിലനിർത്താനുള്ള ശ്രമം നന്നായി നടത്തി. നമുക്കറിയാം, ഗൂഗിൾ പേ, അങ്ങനെയുള്ള ഈഗിൾ പേ, പിക്കിൾ പേ, അങ്ങനെയൊക്കെ വെച്ച് ഇഷ്ടംപോലെ അപ്പോഴും കാശുണ്ടാക്കി. വിടത്തില്ല. കച്ചവടം നിലച്ചു പോലെ എന്ത് ചെയ്യും? നിങ്ങളത് പറയും. യെരുശലേം ദേവാലയത്തിൽ എന്തുകൊണ്ടാണ് ചന്തയുണ്ടായത്? നിങ്ങളത് മനസ്സിലാക്കണം. ഇത് യൂദാസ് മാത്രം കണ്ടുപിടിച്ചതല്ല. പുരോഹിതവർഗം എവിടെയൊക്കെ ഉണ്ട്, മതത്തെ എവിടെയൊക്കെ ഒരു സംവിധാനമായി കാക്കുന്നു, അവിടെയെല്ലാം ദൈവത്തെ കച്ചവടച്ചരക്കാക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. ചരിത്രബോധമുള്ളവർ ഞാൻ പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കും. എന്നാൽ അത് അങ്ങനെ തന്നെ അധികം നാൾ നിലനിൽക്കുവാൻ സാധ്യമല്ല. പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ രഹസ്യമായി ഗുരുവിനെ വിൽക്കുകയും പരസ്യമായി ഗുരുവിനെ ചുംബിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ അതിവിശുദ്ധ കച്ചവടം ദീർഘനാൾ നിലനിർത്തുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കൺവെൻഷനിൽ, ഏതെങ്കിലും സുവിശേഷ മുന്നേറ്റങ്ങളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്തീയ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അല്പം ഒന്ന് ശ്രദ്ധ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കൂടി വരുന്ന ജനത്തിൻ്റെ ഭക്തി വികാരങ്ങളെ ഏറ്റവും സാന്ദ്രമാക്കുന്നതിന് വേണ്ടി, ഏറ്റവും അതിനെ അലിപ്പിച്ച് അങ്ങ് ഒഴുക്കൻ പരിപാടി വിധത്തിലാക്കുന്നതിന് വേണ്ടി ഈ മതകുറുക്കന്മാർ ഏറ്റവും സാമർഥ്യത്തോടെ ശ്രമിക്കുന്ന അവസരം ഏതാണ്? പണം പിരിക്കുന്ന സമയത്താണ്. ഒന്നിൽ ഒഫേർട്ട് ഇടുന്ന സമയം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഫണ്ട് പിരിക്കുന്ന സമയം, നിങ്ങളുടെ 1 മാസത്തെ വരുമാനം ഇങ്ങ് തന്നാൽ മതി എന്ന് പറയുന്ന സമയം. ആ സമയത്ത് വെച്ചാണ് ഈ ടിനു ജോർജ് എന്ന് പറഞ്ഞ മനുഷ്യൻ യേശുവിൻ്റെ
ആ ശബ്ദം ആളുകൾ കേൾപ്പിച്ചത് മനസ്സിലാക്കണം. അവരുടെ ഒരു മാസത്തെ, അവിടെ കൂടിയിരുന്ന പാവപ്പെട്ട ആളുകളുടെ ഒരു മാസത്തെ ആദായം മുഴുവനും അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനായിട്ട് യേശുവിനെ അവൻ കച്ചവടം ചെയ്യുകയാണ് അവിടെ. അവൻ്റെ അപ്പനാണ് യൂദാസ്, യൂദാസിൻ്റെ മകനാണിവൻ. പക്ഷേ ഈ ഒരു പ്രശ്നം, ഈ ഒരു പാറ്റേൺ, ഈ ഒരു മർമ്മം, ഈ ഒരു പ്രവർത്തനം ഒരു ടിനു ജോർജിൽ കൊണ്ടോ, അല്ലെങ്കിൽ ഒരു തങ്കു ബ്രദറിൽ കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ബിനു വാഴമുട്ടത്തിൽ കൊണ്ടോ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്നതല്ല. ഇത് സഭാ വ്യത്യാസമന്യേ എല്ലായിടത്തും ഇതേ പ്രക്രിയ, അതിൻ്റേതായ ഓരോരുത്തർക്കും അവരുടേതായ രീതിയുണ്ട്. അതനുസരിച്ച് ഈ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ആ കച്ചവടം വേണ്ടതുപോലെ ആദായപ്രദമാകണമെങ്കിൽ ചുംബിക്കലും കൂടെ വേണം. വിൽക്കുകയും ചുംബിക്കുകയും ഒരേ സമയത്ത് നടന്നെങ്കിൽ മാത്രമേ ആദായം ഏറ്റവും വർദ്ധിക്കുകയും വർധന നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. വിൽക്കുന്നതിൽ നിന്ന് ചുംബനം മാറ്റിയാൽ വിൽപ്പന ഇന്ന് നാളെ അല്ലെ അവസാനിച്ചു. ചുംബിച്ചുകൊണ്ടേയിരുന്നാൽ ബോറടിക്കും, ഒരു ഗുണവുമില്ല. വിറ്റിട്ട് വേണം ചുംബിക്കാൻ, ചുംബിച്ചിട്ട് വേണം വിൽക്കാൻ, എന്നിട്ട് വേണം ചുംബിക്കാൻ, എന്നിട്ട് വേണം വിൽക്കാൻ. ഈ പ്രക്രിയയുടെ പേരാണ് മതം എന്നുള്ളത്. അതുകൊണ്ട് ഗത്സമനത്തോട്ടത്തിൽ വെച്ച് ഇസ്കരിയോത്ത യൂദാസ് യേശുവിനെ ചുംബിച്ച് കാട്ടിക്കൊടുക്കുന്നതിൽ ഒരു വലിയ മർമ്മമുണ്ട്. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ അവർ തന്നെ അറിയാൻ വയ്യായിരിക്കാം. പക്ഷേ ഇത് എക്കാലത്തേക്കുമുള്ള ഒരടയാളപ്പെടുത്തലാണ് എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഞാനൊരു ഒന്നുകൂടെ ആവർത്തിക്കുന്നു. വിൽക്കുന്ന പ്രക്രിയ നിലനിൽക്കണമെങ്കിൽ, ആദായപ്രദമായി തുടരണമെങ്കിൽ അതിനകത്ത് ചുംബനം വേണം. ചുംബനം എന്ന് പറഞ്ഞാൽ ഭക്തി, പയറ്റി. ഏറ്റവും കൂടുതൽ ഇപ്പം സാധാരണ ആളുകൾക്ക് തന്നെ വികാരം എപ്പോഴാണ് കൂടുന്നത്? ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് വലിയ പണക്കൊഴുപ്പുണ്ടായി, അല്ലെ ജോലി കിട്ടി, അല്ലെ കാർ വാങ്ങിച്ചു, അല്ലെ വീട് വാങ്ങിച്ചു എന്ന് പറയുമ്പോഴാണ് മനുഷ്യൻ ആ വികാരം കൊണ്ടങ്ങ്, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടങ്ങ് തിളച്ചു മറിയുന്നത്. അതും ഈ കച്ചവടത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. ആ വികാരത്തെ, ആ ദൗർബല്യത്തെയാണ് ഈ ക്രിസ്തീയ യൂദാസുകൾ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അവർക്കത് ചെയ്യുന്നതിന് വേണ്ടി അവർ യേശുവിനെ ചുംബിക്കും. അവർ ഹല്ലേലൂയ പറയും, സ്തോത്രം പറയും, ഗ്ലോറി പറയും. അവർ യേശുവിൻ്റെ മുമ്പിൽ ചിലപ്പോൾ കവണ് കടന്ന് ഉരുളും, മറുഭാഷ പറയും, ഏത് നാടകവും കളിക്കും. നാം ഇപ്പോൾ കാണുന്ന ഈ ഭയഭക്തി, അതിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രാതിനിധ്യമാണ് യൂദാസ് യേശുവിന് നൽകിയ ചുംബനം. നമ്മുടെ ഭക്തിയും യൂദാസ് യേശുവിനെ ചുംബിച്ചതും ഒന്നാണ് എന്ന് നാം എപ്പോൾ തിരിച്ചറിയുന്നു, അപ്പോൾ നമുക്ക് മാനസാന്തരമുണ്ടാകുകയും ഒരു പക്ഷേ നാം യേശു സാക്ഷ്യം ചെയ്ത ദൈവരാജ്യത്തിലേക്ക് നമ്മുടെ മുഖം തിരിക്കുകയും ചെയ്യും. ഇത്ര മാത്രമാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. ഈ ചോദ്യം ആവർത്തിച്ച് ഉന്നയിച്ച് ഈ വീഡിയോയുടെ ഉള്ളടക്കം ഏവരുമായി പങ്കിടുവാൻ എന്നെ വളരെയധികം നിർബന്ധിച്ച സഹോദരങ്ങളോടുള്ള, സുഹൃത്തുക്കളോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.